ഹായ് ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്കൊരു ഗ്ലോയിങ് സ്കിൻ നേടിയെടുക്കുവാൻ തീർച്ചയായും നിങ്ങളൊരു സ്കിൻ കെയർ റൂട്ടീനും ഡയറ്റ് പ്ലാനും ഫോളോ ചെയ്തിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളും മികച്ചതുമായിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീനും ഡയറ്റ് പ്ലാനുമായിരിക്കും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ശരിയായ രീതിയിൽ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാം, ഏതെല്ലാം ഫുഡ് കഴിക്കണം, ഏതെല്ലാം ഫുഡ് അവോയ്ഡ് ചെയ്യണം, ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. സ്കിൻ കെയറിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാതെ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ മികച്ച പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കുവാനും നിങ്ങളുടെ സ്കിൻ മികച്ച രീതിയിൽ പരിപാലിക്കുവാനും സാധിക്കാതെ വരുന്നു. പ്രധാനമായും 5 സ്കിൻ ടൈപ്പുകളാണുള്ളത്: ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, ഓയിലി സ്കിൻ. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സ്കിൻ ടൈപ്പ് ചെക്ക് ചെയ്യണമെങ്കിൽ ബ്ലോട്ടിംഗ് പേപ്പർ ഉപയോഗിച്ച് സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ബ്ലോട്ടിംഗ് പേപ്പർ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, വേണ്ടവർക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ബ്ലോട്ടിംഗ് പേപ്പേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ സ്കിൻ ടൈപ്പ് ചെക്ക് ചെയ്യാമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലുള്ള വീഡിയോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ ഒരു മോർണിംഗ് സ്കിൻ കെയർ പ്രോപ്പറായി ചെയ്യാമെന്ന് നോക്കാം. സ്കിൻ കെയറിന് പ്രധാനമായും 5 സ്റ്റെപ്പുകളാണുള്ളത്: ക്ലെൻസർ, ടോണർ, സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ക്ലെൻസർ. നിങ്ങളൊരു ക്ലെൻസർ ഉപയോഗിക്കാനായി ചെറു ചൂടുവെള്ളത്തിൽ നിങ്ങളുടെ മുഖം കഴുകുക. നല്ല ചൂടുവെള്ളത്തിൽ നിങ്ങളുടെ മുഖം കഴുകരുത്, ഇത് നിങ്ങളുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആക്കാൻ കാരണമാകും. ശേഷം നിങ്ങളുടെ മുഖത്ത് ക്ലെൻസർ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്കിൻ ഓയിലി അതുപോലെ തന്നെ മുഖക്കുരു ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡുള്ള ക്ലെൻസർ നല്ലതായിരിക്കും. ഡ്രൈ സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്കും പോളിഹൈഡ്രോളിക് ആസിഡുകളാണ് നല്ലത്. നിങ്ങളുടെ സ്കിൻ വളരെ ഡള്ളും വളരെ പ്രായം തോന്നിക്കുന്നതുമാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡുള്ള ക്ലെൻസർ ആയിരിക്കും നല്ലത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ടോണർ. ടോണർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്തെ pH ലെവൽ ബാലൻസ് ചെയ്ത് നിങ്ങളുടെ മുഖം കൂടുതൽ റിഫ്രഷായി തോന്നുവാനും മുഖത്ത് തിളക്കം നൽകുവാനും സഹായിക്കുന്നു. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. മൂന്നാമത്തെ സ്റ്റെപ്പാണ് സെറം. മുഖക്കുരു, പാടുകൾ, ചുളിവുകൾ, ഹൈപിഗ്മെൻറ്റേഷൻ തുടങ്ങിയ ചർമ്മപ്രശ്നങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയാണ് കൂടുതലും സെറം ഉപയോഗിക്കുന്നത്. പലതരം ഇൻഗ്രീഡിയൻസ് അടങ്ങിയ സെറം ഇന്ന് മാർക്കറ്റിൽ ലഭിക്കും. ഓരോ ഇൻഗ്രീഡിയൻസിനും വ്യത്യസ്ത ബെനിഫിറ്റുകളാണ് ഉള്ളത്. ഹൈഡ്രോളിക് ആസിഡ് നിങ്ങളുടെ മുഖത്തെ ഹൈഡ്രേഷൻ നിലനിർത്തുവാൻ സഹായിക്കുന്നു. വിറ്റാമിൻ സി നിങ്ങളുടെ മുഖം ബ്രൈറ്റ് ആക്കുവാനും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊട്ടക്ഷൻ നൽകുവാനും സഹായിക്കുന്നു. അടുത്തതാണ് പെപ്റ്റിഡൈഡ്. പെപ്റ്റിഡൈഡുള്ള സെറം നിങ്ങളുടെ സ്കിന്നിൽ കൊളാജൻ പ്രൊഡക്ഷൻ ചെയ്യാൻ സഹായിക്കുന്നു. കൊളാജൻ ഒരു പ്രോട്ടീനാണ്. ഇത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ആരോഗ്യം നിലനിർത്താനും നിങ്ങളുടെ സ്കിന്നിൽ ചുളിവുകൾ വരുന്നത് കുറയ്ക്കുവാനും സഹായിക്കുന്നു. സ്കിൻ കെയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്തെ തിൻ ലെയറുകളെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഖത്ത് വരുന്ന സ്ട്രെച്ച് പാടുകൾ കുറയ്ക്കുവാനും മുഖം ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുവാനും മുഖത്ത് ഗ്ലോ നൽകുവാനും സഹായിക്കുന്നു. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് തന്നെ സൺസ്ക്രീമിനെ പറയാം. നിങ്ങളുടെ സ്കിന്നിലുണ്ടാകുന്ന ചർമ്മപ്രശ്നങ്ങളുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ് സൂര്യനിൽ നിന്നും ഏൽക്കുന്ന അൾട്രാവയലറ്റ് രശ്മികൾ. സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ, സ്കിന്നിന് പ്രായം തോന്നിക്കുന്നത് തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. കുറഞ്ഞത് FPS 15 സൺസ്ക്രീമെങ്കിലും ഉപയോഗിക്കുക. നിങ്ങളുടെ മുഖം നല്ലതുപോലെ വിയർക്കുകയാണെങ്കിൽ ഓരോ 2 മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ സൺസ്ക്രീൻ പുരട്ടേണ്ടതാണ്. നിങ്ങൾ മാക്സിമം സൂര്യപ്രകാശം നിങ്ങളുടെ സ്കിന്നിൽ ഏൽക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക. 10 മണി മുതൽ 4 മണി വരെയുള്ള വെയിൽ പരമാവധി കൊള്ളാതെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കിന്നിൻ്റെ തിളക്കത്തിനും ആരോഗ്യത്തിനും വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് നിങ്ങൾ കഴിക്കുന്ന ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ആവശ്യത്തിന് വിറ്റാമിനുകൾ, ധാതുക്കൾ, പ്രോട്ടീൻ തുടങ്ങിയ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ലഭിച്ചിരിക്കണം. വിറ്റാമിൻ സി, അമിനോ ആസിഡുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങിയ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ലഭിച്ചില്ലെങ്കിൽ കൊളാജൻ്റെ ഉൽപ്പാദനം കുറയുകയും നമ്മുടെ സ്കിന്നിൽ ചുളിവ് വരാൻ കാരണവുമാകുന്നു. തിളങ്ങുന്ന ചർമ്മത്തിന് ജലാംശമടങ്ങിയ ഭക്ഷണം വളരെ ആവശ്യമാണ്. പഴങ്ങളും പച്ചക്കറികളും നിങ്ങളുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു. വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ B5, വിറ്റാമിൻ B3 തുടങ്ങിയ വിറ്റാമിനുകൾ അടങ്ങിയ ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ക്യാരറ്റ്, മധുരക്കിഴങ്ങ്, ചോളം തുടങ്ങിയവയിൽ വിറ്റാമിൻ എ ഉണ്ട്. നെല്ലിക്ക, തക്കാളി, ഉരുളക്കിഴങ്ങ്, കിവി, ബ്രോക്കോളി, നാരങ്ങ, ഓറഞ്ച് തുടങ്ങിയവയിൽ വിറ്റാമിൻ സി ഉണ്ട്. സൺഫ്ലവർ സീഡ്, അവക്കാഡോ, ചീര, ബദാം, നീലക്കടല തുടങ്ങിയവയിൽ വിറ്റാമിൻ ഇ ഉണ്ട്. പച്ച ഇലക്കറികളായ ചീര, ബ്രോക്കോളി, ക്യാബേജ് തുടങ്ങിയവയിൽ വിറ്റാമിൻ കെ ഉണ്ട്. എണ്ണമയമുള്ള മത്സ്യങ്ങളായ സാൽമൺ, മത്തി, അയല, അതുപോലെ തന്നെ ചുവന്ന മാംസങ്ങൾ, മുട്ടയുടെ മഞ്ഞക്കുരു തുടങ്ങിയവയിൽ വിറ്റാമിൻ ഡി ഉണ്ട്. ചുവന്ന മാംസങ്ങൾ, ഫിഷ്, തവിട്ടരി, പരിപ്പ്, സീഡ്, പയർവർഗ്ഗങ്ങൾ, വാഴപ്പഴം തുടങ്ങിയവയിൽ വിറ്റാമിൻ B3 ഉണ്ട്. ഞാനീ പറഞ്ഞ ഫുഡുകളിൽ നിന്നും നിങ്ങളുടെ സ്കിന്നിന് ആവശ്യമായ വിറ്റാമിനുകൾ ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായും ഈ പറഞ്ഞ ഫുഡുകൾ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ചേർക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സ്കിന്നിന് ഗ്ലോ ലഭിക്കാൻ ഏറ്റവും പ്രധാനമായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്.
ഒരു വ്യക്തി അയാളുടെ ശരീരഭാരത്തിനനുസരിച്ചുള്ള വെള്ളം ദിവസവും കുടിച്ചിരിക്കണം. 50 കിലോ ഭാരമുള്ള ഒരു വ്യക്തി ദിവസവും 2.1 ലിറ്റർ വെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കേണ്ടതാണ്. ഈ ചാർട്ടിൽ കൊടുത്തേക്കുന്നതനുസരിച്ചാണ് നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത്. ഞാൻ ഏതെല്ലാം ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ഗുണം ചെയ്യാത്തതും അതുപോലെ തന്നെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്നതുമായ കുറച്ച് ഫുഡുകളുടെ പേര് പറയാം. ഇവ നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കിയിരിക്കേണ്ടവയാണ്. അതിലൊന്നാമത്തതാണ് വറുത്ത ഭക്ഷണങ്ങൾ, കാർബണേറ്റഡ് പാനീയങ്ങൾ, അതായത് സോഡ, മിറിൻഡ, കൊക്കക്കോള തുടങ്ങിയവ. പിന്നെ കാപ്പി, ആൽക്കഹോൾ, ഷുഗർ, എരിവ് കൂടുതലുള്ള ഫുഡുകൾ, അതുപോലെ തന്നെ സോൾട്ട് കൂടുതലുള്ള ഫുഡുകൾ തുടങ്ങിയവ നിങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക. ഇവ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ സ്കിന്നിനും ശരീരത്തിനും വളരെയധികം ഗുണങ്ങളായിരിക്കും ചെയ്യുന്നത്. നല്ലൊരു സ്കിൻ ലഭിക്കാൻ ഒരു മികച്ച ജീവിതശൈലി വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ സ്കിന്നിനെ ഏജ് തോന്നിപ്പിക്കുന്നതും ചർമ്മപ്രശ്നങ്ങളെ തടയുവാനും ഇത് സഹായിക്കുന്നു. നിങ്ങൾക്കൊരു ദിവസം 7 to 8 മണിക്കൂർ നേരം ഉറക്കം ലഭിച്ചിരിക്കണം. നിങ്ങൾക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ സാധിക്കണം. സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല ഫുഡ് കഴിക്കാം. ജങ്ക് ഫുഡ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ദിവസവും വർക്കൗട്ട് അല്ലെങ്കിൽ മെഡിറ്റേഷൻ, യോഗ തുടങ്ങിയവ ചെയ്യാൻ ശ്രമിക്കുക. തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്കിപ്പോൾ സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ്സിന് കാരണം എന്താണെന്ന് കണ്ടെത്തുക. ഇത് നിങ്ങളുടെ ജോലിയാണോ, നിങ്ങളുടെ യാത്രാമാർഗ്ഗമാണോ, അവ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ അവ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുവാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.